മഹത് വചനങ്ങളുടെ വൻ ശേഖരമൊരുക്കാൻ SP നമ്പൂതിരി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഓർക്കുകയോ പ്രയോഗിക്കുകയോ പിന്തുടരാൻ ആഗ്രഹിക്കുകയോ ചിന്തിപ്പിക്കുകയോ വഴികാട്ടുകയോ ചെയ്യുന്ന ഒന്നാണ് മഹാന്മാരുടെ മഹത് വചനങ്ങൾ. എക്കാലത്തും അനുസ്മരിച്ചു പോകുന്ന ചിന്താ തരംഗങ്ങളുടെ ഒരു സമാഹാരം തയ്യാറാക്കുന്ന തിരക്കിലാണ് കോട്ടയം ജില്ലയിലെ കുറിച്ചിത്താനം സ്വദേശി SP നമ്പൂതിരി. മൊഴിമുത്തുകൾ എന്ന പേരിൽ ഒരു വ്യാഴവട്ടത്തിലേറെയായി ശേഖരിച്ച വിശ്വചിന്തകരുടെയും ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിലെയും തുടങ്ങി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള പ്രശസ്തരും അല്ലാത്തതുമായ നിരവധി വ്യക്തികളുടെ വചനങ്ങൾ ഇതിൽ ഇടം പിടിച്ചിരിക്കുന്നു. 35,000 എണ്ണം മഹത് വചനങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നതിൽ ഇപ്പോൾ 34,000 എണ്ണം ശേഖരിച്ചു കഴിഞ്ഞു. തൻ്റെ ബ്രിട്ടീഷ് സന്ദർശനത്തിനിടയിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ വെച്ച് ഡിക്ഷണറി ഓഫ് കൊട്ടേഷൻസ് എന്ന പുസ്തകം കാണുകയും അതിൽ ഗാന്ധിജി, ബുദ്ധൻ, വിവേകാനന്ദൻ തുടങ്ങി പല ഇന്ത്യക്കാരുടെയും വചനങ്ങൾ ഈ പുസ്തകത്തിൽ ഇടം പിടിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ പോരായ്മകൾ പരിഹരിച്ച് മലയാളത്തിൽ മഹത് വചനങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹമുദിച്ചത് അന്നാണെന്ന് SP നമ്പൂതിരി പറയുന്നു. എൻ്റെ 16ാമത്തെ പുസ്തകമാണ് മൊഴിമുത്തുകൾ. ആദ്യകാലത്ത് കൂടുതലും യാത്രാവിവരണങ്ങളാണ് എഴുതുന്നത്. ഈ യാത്രാവിവരണങ്ങൾ എഴുതുമ്പോൾ ഓരോ അധ്യായത്തിലും ആ അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന സെൻട്രൽ പോയിൻ്റ്, കേന്ദ്ര ഭാഗം, അതിനുള്ള അനുയോജ്യമായ അല്ലെങ്കിൽ ആ കേന്ദ്രഭാഗത്തെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഉദ്ധരണി ആരുടെയെങ്കിലും പ്രമുഖ ചിന്തകന്മാരുടെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചില അന്വേഷണം നടത്തിയിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോൾ ഇംഗ്ലീഷിൽ ചില പുസ്തകങ്ങൾ കിട്ടി. സംസ്കൃതത്തിൽ വല്ലഭദേവൻ്റെ സുഭാഷിത അവലി പോലുള്ള അതുമുണ്ട്. പക്ഷെ മലയാളത്തിൽ അങ്ങനെ പുസ്തകമില്ല. അപ്പോൾ അതൊരാവശ്യമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എനിക്കന്ന് തുടങ്ങാൻ കഴിഞ്ഞില്ല. യാദൃച്ഛ്യമെന്ന് പറയട്ടെ, ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ബ്രിട്ടീഷ് പര്യടനത്തിനിടയിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പോകാനിടയായി. അവിടെ നിന്ന് എനിക്ക് ഡിക്ഷണറി ഓഫ് കൊട്ടേഷൻസ് എന്നൊരു വലിയ ബുക്ക് കിട്ടി. അതൊരു 900 പേജ് വരും. അതെനിക്കൊരു വലിയ പ്രചോദനമായി തീർന്നു. അത് ലോകത്തെമ്പാടുമുള്ള ചിന്തകന്മാരുടെ ചിന്തകളെ സമാഹരിക്കുന്ന പുസ്തകമാണ്. പക്ഷേ അതിൻ്റെ പ്രകടനമായ ന്യൂനതയുണ്ട്. കാരണം അതിൽ പാശ്ചാത്യ ചിന്തകന്മാർക്കാണ് മുൻഗണന, പ്രാധാന്യം. ഗാന്ധിജിയും ടാഗോറും ബുദ്ധനുമൊക്കെ നാമമാത്രമായിട്ടേ ഉള്ളൂ. ഇതിഹാസ പുരാണങ്ങളില്ല, പൗരസ്ത്യ ചിന്തകന്മാരില്ല, പൗരസ്ത്യ ചിന്താധാരകളില്ല. അപ്പോൾ എനിക്ക് തോന്നി ആ കുറവ് പരിഹരിച്ചുകൊണ്ട് മലയാളത്തിൽ ഒരെണ്ണം എഴുതിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വന്നു. ഇത് 2012 അന്ന് മുതൽ ഞാൻ എഴുതുന്നതാണ്. ദിവസവും കുറച്ച് എഴുതും. ഇതെപ്പോൾ തീരുമെന്നോ എങ്ങനെ തീരുമെന്നോ മുൻകൂട്ടിയൊരു നിശ്ചയമില്ലാതെ എഴുതി തുടങ്ങിയതാണ്. അതിപ്പോൾ 34,000-ഓളം എഴുതി കഴിഞ്ഞു. 34,000 കൊണ്ട് തീരുന്നില്ല. 35,000 ഉദ്ദേശിക്കുന്നത്. 35,000 വേണമെങ്കിൽ 35,500 എഴുതേണ്ടി വരും. കാരണം എഡിറ്റിങ്ങിൽ കുറച്ച് പോവും, റിപ്പറ്റീഷനൊക്കെ വരും. പ്രസിദ്ധീകരണത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്രസാധകരെ ലഭിക്കുന്നതിന് ആണെന്ന് ഇദ്ദേഹം പറയുന്നു. തൻ്റെ മുൻ പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട പ്രസാധകരുടെ ഭാഗത്തു നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടായതായി SP നമ്പൂതിരി പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രസാധകർ രാജാവും എഴുത്തുകാരൻ സാധാരണ പൗരനുമാണ്. ഇതിൽ വലിയ പ്രശ്നമുണ്ട്. അത് നമ്മുടെ നാട്ടിലല്ല, എല്ലായിടത്തും എഴുത്തുകാരൻ ഒരു സാധാരണ പൗരനാണ്, രാജാവ് പ്രശാസകനാണ്. ഇത് കേരളത്തിൽ പ്രസിദ്ധമാണ്. ഇപ്പോൾ മഹാകവി വള്ളത്തോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനോരമയും മാതൃഭൂമിയും പോലുള്ള പ്രസിദ്ധീകരണശാലകൾ അരങ്ങു തകർക്കുന്ന കാലമാണ്. അന്ന് വള്ളത്തോൾ പബ്ലിഷിംഗ് ഹൗസ് എന്നൊരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങേണ്ടി വന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അവർ തയ്യാറില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണെങ്കിൽ പോലും മാർക്കറ്റുണ്ടോ വിൽപ്പന ഉണ്ടോ എന്നൊക്കെ നോക്കിയാൽ പ്രസിദ്ധീകരിക്കുള്ളൂ അവർ. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രചോദനമനുസരിച്ച് അത് എഴുതുന്നു. അത് വായനക്കാരിൽ എത്തിക്കാൻ പ്രശാസകർ പോരാന്ന് തോന്നി അദ്ദേഹം സ്വന്തമായിട്ട് തുടങ്ങി. ഇന്നും അതുതന്നെയാണ് സ്ഥിതി. എൻ്റെ ഒരു പുസ്തകം ഹൃദ്രോഗ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ്. 3 പ്രാവശ്യം ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകേണ്ടി വന്ന എൻ്റെ
സഹധർമ്മിണിയുടെ കഥയാണ് അതിൻ്റെ പശ്ചാത്തലം. പക്ഷേ ഈ നാട്ടിലെ ഇക്കാലത്തുള്ള ആരോഗ്യരക്ഷാ കേന്ദ്രങ്ങളുടെ സ്ഥിതി, ചൂഷണം, ഒരു സാധാരണക്കാരന് ഇത്തരം ഒരു മേജർ അസുഖം വന്നാൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ, അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. രണ്ടാം ഭാഗം, ആ പുസ്തകം രണ്ടാം ഭാഗം ഹൃദയമുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട മുൻകരുതൽ നടപടികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങളാണ്. അത് ഞാൻ എഴുതിയതല്ല, അത് ശ്രീത്രയിലെ ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ അതാണ്. ഞാൻ തർജ്ജമ ചെയ്ത് അവരുടെ അനുഭവത്തോടെ ചേർത്താണ്. അങ്ങനെയാണ് ആ പുസ്തകം ഇറങ്ങിയത്. പുസ്തകം ഇറങ്ങിയപ്പോൾ പല പത്രങ്ങളിലും ചാനലിലൊക്കെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വാർത്ത, എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ വന്നു, എൻ്റെ വൈഫിൻ്റെ ഇൻ്റർവ്യൂ വന്നു. പല പ്രസിദ്ധീകരണശാലക്കാരും നമ്മൾ ആവശ്യപ്പെട്ടു. അവസാനം കോട്ടയത്തെ DC ആണ് കൊടുത്തത്. കാരണം അവർക്ക് നല്ല മാർക്കറ്റിംഗ് സംവിധാനമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അപ്പം അവർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീടാണ് അറിയുന്നത്, ഒരു എഴുത്തുകാരൻ പോയി സമീപിക്കുമ്പോൾ അവർ ചില ക്ലാസ് ഒപ്പിടാൻ പറയും, നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. അത് മുഴുവൻ വായിച്ചിട്ടോ ഒന്നും അല്ല ഒപ്പിട്ട് കൊടുക്കുന്നത്. ഏതായാലും ശരി, അവരത് മാറ്റി വെട്ടിച്ചുരുക്കി. 240 പേജ് വരുന്നത് 90 പേജായിട്ട് വെട്ടിച്ചുരുക്കി. വളരെ പ്രധാനപ്പെട്ട പല ലേഖനങ്ങളും അവർ ഒഴിവാക്കി. പ്രധാനപ്പെട്ടതെന്ന് പറയാൻ കാരണം പി. ഗോവിന്ദപിള്ള ആ എഴുതിയ ലേഖനം ഉണ്ടായിരുന്നത് ഈ അവതാരിക പോലെ, അതൊക്കെ അവർ ഒഴിവാക്കി. പിന്നെ ഇതിനകത്ത് തന്നെ പല ഭാഗങ്ങളും ഒഴിവാക്കി. അതിനെപ്പറ്റി അതിൻ്റെ ഉടമസ്ഥൻ എന്നോട് പറഞ്ഞ ന്യായീകരണം, നമുക്ക് ഒരു അബ്രിഡ്ജ് എഡിഷൻ ആദ്യം ഇറക്കാം, വായനക്കാരുടെ പൾസ് അറിയാം, പൾസ് അറിഞ്ഞിട്ട് നമുക്ക് പിന്നീട് ഡീലക്സ് എഡിഷനായിട്ട് നന്നായിട്ട് ഇറക്കാം എന്ന് പറഞ്ഞു. ഞാൻ നിസ്സഹായനാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ആലോചിച്ച് പലരും പറഞ്ഞു, ഏതായാലും കൊടുക്കുക, DC അല്ലേ ചോദിച്ചത്, അവർ ഡീലക്സ് എഡിഷൻ ഇറക്കാമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഇറക്കി, ഹൃദയപൂർവ്വം എന്നുള്ള പേരിൽ ആ പുസ്തകം ഇറക്കി. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പുസ്തകോത്സവം നടക്കുകയാണ്. അതിൻ്റെ സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യുന്നതാണ് അവരെന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നീടാണ് അറിയുന്നത്, ഞാൻ ചോദിച്ചു, മുഖ്യമന്ത്രിയുടെ പരിപാടി ക്യാൻസലായി, അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെയും ക്യാൻസലായി, ചങ്ങമ്പുഴയുടെ പുസ്തകം മാത്രം അന്ന് പ്രകാശനം ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ഞാനും ചോദിച്ചു നോക്കട്ടെ. സന്തോഷം, ചോദിച്ചു നോക്കിക്കോളൂ. ഞാൻ തിരുവനന്തപുരത്ത് പോയി, അന്നത്തെ പ്രസ് സെക്രട്ടറി ആയിരുന്ന CP നാരായണൻ മുഖാന്തരം ചീഫ് മിനിസ്റ്റർ അച്യുതാനന്ദനെ കണ്ടു. ഞാൻ ഈ കാര്യം പറഞ്ഞു. കാര്യം പറയേണ്ടിയൊന്നുമില്ല, അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം അറിയാൻ കാര്യം CP നാരായണൻ പറഞ്ഞിട്ടുണ്ട്. അതെ, നിങ്ങളോട് എനിക്ക് ആവശ്യം പറയാം, പ്രൈം മിനിസ്റ്ററോട് എനിക്ക് ആവശ്യം പറയാൻ പറ്റുമോ? പ്രൈം മിനിസ്റ്റർ അന്നൊരു കോൺഫറൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ. ഞാൻ പോയില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ കൃത്യവിലോപമായിട്ട് നിങ്ങളിപ്പോൾ ഉള്ളവർ വരെ എഴുതും. അതുകൊണ്ട് വരാൻ പറ്റുന്ന സംശയമാണ്. പിന്നെ ഒരു ചെറിയ ആശ്വാസം, ആ പരിപാടി കൺഫേം ചെയ്തിട്ടില്ല, ഇന്ന് വൈകുന്നേരം അറിയാം. ആ പരിപാടി ക്യാൻസൽ ആവുകയാണെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്നെ കാണുവാൻ വേണ്ടിയിട്ട് CP നാരായണനെ കണ്ടാൽ മതി, അദ്ദേഹം പറയും എൻ്റെ വരാം എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ തൊഴുതു തന്നെ, നമുക്കൊന്നും പറയാനില്ല, ഞാൻ പോകുന്നു ഇങ്ങോട്ട്. വൈകുന്നേരം CP നാരായണൻ വിളിച്ച് പറയുകയാണ്, ചീഫ് മിനിസ്റ്റർ പരിപാടി ക്യാൻസലായി, പ്രൈം മിനിസ്റ്റർ പരിപാടി ക്യാൻസലായി, അപ്പോൾ അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ DC വളരെ സന്തോഷമായി. അതിന് നേരെ രസകരമായ സംഭവം, എൻ്റെ പുസ്തകം ഒഴിവാക്കി ചങ്ങമ്പുഴയുടെ മാത്രമായിട്ട് തയ്യാറാക്കിയ ബ്രോഷറുണ്ട്, വലിയ ബ്രോഷറാണ്, 6 പേജിലെ ബ്രോഷർ. ആ ബ്രോഷർ മുഴുവൻ മാറ്റി എൻ്റെ പുസ്തകം ചേർത്ത് ഒരു ബ്രോഷർ തയ്യാറാക്കി. മുഖ്യമന്ത്രി വന്നു, വലിയ പരിപാടിയായിരുന്നു അവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. മുഖ്യമന്ത്രി ചങ്ങമ്പുഴയുടെ പുസ്തകത്തെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ചങ്ങമ്പുഴ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ, വാഴക്കൊല എന്നൊക്കെ പറഞ്ഞ് കർഷകത്തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച്, ആ വാഴക്കൊലയെക്കുറിച്ച് മാത്രം പറഞ്ഞു. ഇതങ്ങനെയല്ല, ഇതൊരു രോഗി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. ഡോക്ടർമാർ സാധാരണ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അനുഭവങ്ങൾ എഴുതാറുണ്ട്. ഇതൊരു രോഗി എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. തന്നെയല്ല, ആ രോഗിയുടെ കാഴ്ചപ്പാടിൽ അനുഭവിച്ച യാതനകൾ എല്ലാം എനിക്ക് പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, അതിൻ്റെ അവതാരികളുടെ കാര്യം പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന റോയൽറ്റി ഒരു പാവപ്പെട്ട ഹൃദ്രോഗിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അത് വളരെ പ്രശംസനീയമായ ഒരു പ്രസ്താവനയാണ്. നമ്മളതിന് സ്വാഗതം ചെയ്യുന്നു, സ്വാഗതം ചെയ്യണം. അതുകൊണ്ട് നമ്മളെല്ലാവരും കഴിയുന്നിടത്തോളം ഈ പുസ്തകം വാങ്ങിക്കണം, വായിക്കണം, വായിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. DC-ക്ക് സന്തോഷമായി. പക്ഷേ പുസ്തകം കുറേ വിൽക്കുകയും ചെയ്തു. എത്ര വിറ്റ് നമുക്കറിയാൻ പാടില്ല. ഒരു എഴുത്തുകാരന് എത്ര വിറ്റെന്ന് ചോദിക്കാനൊന്നും അവകാശമില്ല. അവർ സ്റ്റേറ്റ്മെൻറ്റ് തരും, സ്വീകരിച്ചുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷേ പിന്നീടാണ് അറിയുന്നത് പുസ്തകം പിന്നെ അടിച്ച് വിൽക്കുന്നത് നമ്മളെ അറിയിക്കുന്നില്ല. ഒരു തവണ എന്നെ ഒരാൾ എറണാകുളത്ത് നിന്ന് വിളിക്കുകയാണ്, എനിക്കൊരു 5 കോപ്പി പുസ്തകം വേണം, ഞാൻ നാളെ ഗൾഫിന് ദുബായിക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു എറണാകുളത്ത് ബുക്ക് സ്റ്റോളിൽ കാണും. അപ്പോൾ ഞാനവിടെ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പുസ്തകം ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു മൈതാനത്ത് ബുക്ക് ഫെയർ നടക്കാം, അവിടെയും പോയി, അവിടെയും പുസ്തകമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഈ ബുക്ക് ഫെയർ വാങ്ങിച്ച് ചില പുതിയ ചെറുപ്പക്കാരെ എടുത്തിരുന്നു ട്രെയിനീസായിട്ട്, അവർ ഈ പുസ്തകം കൊണ്ടുപോകാൻ മറന്നുപോയി എന്നാണ് അവർ പറഞ്ഞത്. ശരി, ആയിക്കോട്ടെ. പക്ഷെ വീണ്ടും ഇതുപോലെ അനുഭവം വന്നപ്പോൾ ഞാൻ കൂടുതൽ അന്വേഷിക്കാനിടയായി. അപ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാൾ, എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ പറഞ്ഞു ഇത് പുസ്തകം അവർ ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ട്, നിങ്ങൾ ഗ്രന്ഥകാരൻ അറിയിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി. അപ്പം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു, അവിടുത്തെ മാനേജരോട് പറഞ്ഞു, ഇവിടെ ഇനി എത്ര പുസ്തകം ഞാൻ എടുത്തോളാം ഞാൻ പറഞ്ഞു. ഞാനത് അടുത്ത പതിപ്പ് എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ 56 പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു. 56 പുസ്തകം കാശ് എനിക്ക് റോയൽറ്റി എല്ലാം ഉണ്ട്, ചേർത്ത് കണക്ക് തീർത്ത് ഞാൻ അവസാനിപ്പിച്ചു. എന്നിട്ട് ഞാൻ പൂർണ്ണ രൂപത്തിൽ, അതായത് വെട്ടിക്കുറച്ചതെല്ലാം ചേർത്ത് ആദ്യത്തെ 240 പേജിൻ്റെ പുസ്തകം ഹൃദയ സാന്ത്വനം എന്ന പേരിൽ ഇറക്കി. അത് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ വെച്ചാണ് പ്രകാശനം ചെയ്തത്. അത് ഗ്രീൻ ബുക്സാണ് ചെയ്തത്. അവർ മാറ്ററിലൊന്നും വ്യത്യാസം ചെയ്തില്ല. അവർക്ക് വലിയ മാർക്കറ്റിംഗ് കഴിവുമില്ല. ഞാൻ പറയുന്നത് ഇതാണ് എഴുത്തുകാരൻ്റെ സ്ഥിതി. ഇത് എന്നെ വള്ളത്തോളം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെയാണ്. എങ്കിൽ സാധാരണ എഴുത്തുകാരുടെ കാര്യം പറയാനില്ല. ഇന്നും അതാണ് സ്ഥിതി. ഈ കൊട്ടേഷൻസ് പ്രസിദ്ധീകരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് പൂർണ്ണമായ അവകാശം കൊടുക്കണം. അവരിഷ്ടം പോലെ ചെയ്യും, മാറ്റർ വരെ വ്യത്യാസപ്പെടുത്തും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ക്ലേശിച്ചായാലും ഇത് പൂർണ്ണ രൂപത്തിൽ വ്യത്യാസപ്പെടുത്താതെ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു വലിയ അംബീഷൻ, ഒരു അത്യാഗ്രഹത്തോടു കൂടി ജീവിക്കുകയാണ് ഞാൻ. അധികം ആരും ശ്രദ്ധിക്കാത്ത കസ്തൂർബ ഗാന്ധിയുടെ വാക്കിൽ മാത്രം ഒതുക്കേണ്ടതാണോ ദീനാനുകമ്പകൾ, ഗോഡ്സെയുടെ വചനങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ വചനങ്ങളുടെയും സന്ദർഭവും അർത്ഥവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അനുഷ്ഠുപ് വൃത്തത്തിലാണ് മൊഴിമുത്തുകളുടെ രചന. മലയാളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു ഗ്രന്ഥമായിരിക്കും മൊഴിമുത്തുകൾ. പിന്നെ ഞാനിതിനകത്ത് വേറെ ഒരു സ്വാതന്ത്ര്യം കാണിച്ചിട്ടുണ്ട്. ഓരോ കൊട്ടേഷനും അനുസൃതമായ ഹെഡിങ്, തലവാചകം വൃത്തത്തിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വൃത്തത്തിൽ അത് അനുഷ്ഠുപ് വൃത്തത്തിലാണ്. ഈ അനുഷ്ഠുപ് വൃത്തത്തിൽ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മുടെ ഇതിഹാസ പുരാണങ്ങളെല്ലാം അനുഷ്ഠുപ് വൃത്തത്തിലാണ്. മഹാഭാരതം 1.25 ലക്ഷം ശ്ലോകമുണ്ട്, അനുഷ്ഠുപ് വൃത്തമാണ്. 8 അക്ഷരമേ ഉള്ളൂ. പക്ഷേ അത് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മലയാളത്തിൽ അനുഷ്ഠുപ് വൃത്തം കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരിന്ന് വളരെ കുറച്ച് പേരേ ഉള്ളൂ. വയലാർ കൈകാര്യം ചെയ്യുമായിരുന്നു, അക്കിത്തം കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കവികൾക്ക് അത്ര വശം പോരാ. അങ്ങനെ ഈ ഹെഡിങ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ അത് വായിക്കാനിടയായ പല ആളുകളും അത് നല്ലൊരു സംരംഭമാണെന്നും അത് കഴിയുമെങ്കിൽ പൂർത്തിയാക്കണമെന്നും പറയുകയുണ്ടായി, കവികളും സാഹിത്യകാരന്മാരും വരെ. കവിത, യാത്രാവിവരണം, കഥകൾ എന്നീ മേഖലകളിൽ രചനകൾ നടത്തിയ SP നമ്പൂതിരി വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള വയലാർ രാമവർമ്മ വ്യക്തിയും കവിയും എന്ന പുസ്തകം വളരെ ശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്തു. ഓപ്പോൾ എന്ന ചെറുകഥയും, ഒരു നൂറ്റാണ്ടിന് നൊമ്പരം, പൂണൂൾ ഞാൻ പൊട്ടിച്ചിടട്ടെ ഞാൻ എന്നീ കവിതാ സമാഹാരങ്ങളും, മഹാക്ഷേത്രങ്ങളിലൂടെ, നന്നയ്യ ഭട്ടിൻ്റെ നാട്ടിൽ, ലങ്കാദർശനം, ഡച്ച് സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയിൽ എന്നീ യാത്രാവിവരണങ്ങളും, പെറ്റമ്മയും പോറ്റമ്മയും ഒരു നമ്പൂതിരി കഥ എന്ന നോവലും, 3 ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സഹധർമ്മിണിയുടെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച ഹൃദയസ്വാന്തനം എന്ന പുസ്തകത്തിൻ്റെ 2ാം ഭാഗത്ത് ഹൃദ്രോഗ പ്രതിരോധത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിൽ നിന്ന് ലഭിച്ച വരുമാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്ന ഒരു രോഗിക്ക് നൽകുകയും ചെയ്തു.
പൂർണ്ണ ആരോഗ്യവതിയായിരുന്ന ഒരു കുടുംബിനി ഒരു ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് നിത്യരോഗിയായി മാറിയ ഒരു അനുഭവമാണ് ഹൃദയസാന്ത്വനത്തിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് എൻ്റെ സഹധർമ്മിണി ശാന്തയുടെ കഥയാണ്. ശരിക്കും ഒന്നോ രണ്ടോ ആളുടെ ജോലി ചെയ്യാൻ തക്ക ആരോഗ്യമുണ്ടായിരുന്ന ശാന്തയ്ക്ക് ഒരു ദിവസം കാലിൻ്റെ മുട്ടിൽ നീരും പനിയും ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്തായ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ അദ്ദേഹം അതിന് ചില പ്രതീക്ഷകളും പറഞ്ഞു. അപ്പം ഞാനൊരു സംശയം ചോദിച്ചു, ഇത് റുമാറ്റിക് ഹാർട്ടാണോ റുമാറ്റിക് ഫീവറാണോ എന്ന് ചോദിച്ചു. കാരണം എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. എൻ്റെ അനിയന് ഇതുപോലെ റുമാറ്റിക് ഫീവർ വരികയും ഹാർട്ടിനെ ബാധിക്കുകയും വാൽവ് മാറ്റിവെക്കേണ്ടി വരികയും അക്കാലത്ത് ഇന്ത്യയിൽ വാൽവ് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടപ്പായിട്ടില്ല. വിദേശത്ത് പോകണം, വിദേശത്ത് പോകാൻ മാർഗ്ഗമില്ല, കഴിവില്ല. അന്ന് വളരെ വിഷമിച്ച് KPS മേനോനൊക്കെ മുഖാന്തരം EMS മുണ്ടശ്ശേരി മുതലായ മഹാരഥന്മാർ മുഖാന്തരം ഒരു തരത്തിൽ മോസ്കോയിൽ പോകാൻ സാധിച്ചു. സൗജന്യ ചികിത്സ കിട്ടണം, പൈസ മുടക്കി പോകാൻ കഴിവില്ല. അങ്ങനെ പോയ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഇത് റുമാറ്റിക് ഫീവർ ആണോ ഡോക്ടറെ? നോ ഇറ്റ് ഈസ് ഓൺലി എ സ്പ്രെയിൻ എന്ന് പറഞ്ഞ് ആ റുമാറ്റിക് ഫീവറിന് ചെയ്യേണ്ടിയിരുന്ന മുൻകരുതലൊന്നും ചെയ്തില്ല. വാസ്തവത്തിൽ ഒരു 5 ഇഞ്ചക്ഷൻ പെൻഡ്യൂർ എന്നൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് എടുത്തായിരുന്നെങ്കിൽ അത് മാറുമായിരുന്നു. അത് ചെയ്തില്ല. ഇയാൾ എന്തേ സമ്മതിക്കില്ല. പക്ഷേ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ അകാരണമായ ക്ഷീണം, സ്വല്പം ശ്വസിക്കാൻ വിഷമമുണ്ടോ സംശയം. ശാന്തയൊന്നും പറയുന്നില്ല. ഞാൻ എൻ്റെ സഹോദരിയും ബ്രദറിലെ ഡോക്ടേഴ്സാണ്. കൊറോണക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ശാന്തയ്ക്ക് അല്പം ക്ഷീണമുണ്ടെന്ന് തോന്നുന്നു, നോക്കിയാൽ കൊള്ളാം എന്ന് പറയും. അവർ നോക്കി, അവർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു, ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് ഇവിടെ വച്ച് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, നമുക്ക് തിരുവനന്തപുരത്തിന് പോവാം. തിരുവനന്തപുരത്ത് പോയി പരിശോധിച്ചപ്പോഴാണ് വാൽവ്, മൈട്രൽ വാൽവ് സങ്കോചിക്കുന്നു. അത് അന്നുണ്ടായ ആ റുമാറ്റിക് ഫീവറിൻ്റെ പരിണത ഫലമാണെന്ന് അവർ പറഞ്ഞു. അതിനെ തുടർന്ന് അന്ന് തിരുവനന്തപുരത്ത് തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. മെഡിക്കൽ കോളേജിൽ അവരൊരു ചെറിയ സർജറി ചെയ്തു. ഓപ്പൺ ഹാർട്ടല്ല, ചെറിയ സർജറി ചെയ്തു. വാൽവോട്ടമി എന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു 10-12 കൊല്ലത്തേക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മാസവും പരിശോധിക്കുക, അതിന് ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, ചെക്ക് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി. 12 കൊല്ലമായപ്പോഴാണ് തോന്നുന്നു വീണ്ടും പ്രശ്നമുണ്ടായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് വാൽവ് മാറ്റി വയ്ക്കേണ്ടി വരും. മറ്റേ സങ്കോചിച്ച വാൽവ് ഒന്ന് വികസിപ്പിക്കുക ആദ്യം ചെയ്തത്. ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നില്ല, ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ഏറ്റവും നല്ലത്? ദക്ഷിണേന്ത്യയിൽ ഡോക്ടർ ചെറിയാൻ്റെ മദ്രാസ് മെഡിക്കൽ മിഷൻ. അങ്ങനെ മദ്രാസ് മെഡിക്കൽ മിഷനിൽ പോയി ഓപ്പറേഷൻ ചെയ്തു. വളരെ ചിലവേറിയ ഒരു ഓപ്പറേഷനാണ്. ഭാഗ്യവശാൽ ആ ഓപ്പറേഷൻ വിജയമായിരുന്നു, വലിയ കുഴപ്പമുണ്ടായില്ല. പക്ഷേ അതിൻ്റെ അധ്വാനം, അതിന് വേണ്ടി വന്ന സാമ്പത്തിക ചെലവ് ഒക്കെ വളരെ വലുതായിരുന്നു. നമുക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു. കാരണം മദ്രാസ് മെഡിക്കൽ മിഷൻ ഒരു പ്രൈവറ്റ് ആശുപത്രിയാണ്. അവിടെ അവർ വലിയ വലിയ വർത്തമാനം പറയുമെങ്കിലും അനുഭവത്തിൽ ഒരു ബ്ലേഡ് ആശുപത്രിയാണ്. പക്ഷേ എനിക്ക് വേറൊരു സൗകര്യം കിട്ടി. എൻ്റെ ഫാദറിലോ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും ഗ്രന്ഥകാരനൊക്കെയാണ് മൊഴികുന്നം. അപ്പം അദ്ദേഹത്തിൻ്റെ മകളാണ് ശാന്ത. ആ പരിചയം വച്ച് മൊഴികുന്നത്തിൻ്റെ ഒരുമിച്ച് ജയിലിൽ കിടന്നിരുന്ന മൊയ്തു മൗലവി, പ്രശസ്തനായ മൊയ്തു മൗലവി, ഇന്ത്യൻ പ്രസിഡന്റിന് കത്തയച്ചു. ഇത് മൊഴികുന്നത്തിൻ്റെ മകളാണ്, നമ്മളെപ്പോലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ അടുത്ത തലമുറ ക്ലേശിക്കാൻ പാടില്ല, അവരെ സംരക്ഷിക്കേണ്ട ഈ രാജ്യത്തിൻ്റെ ചുമതലയാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചു രാഷ്ട്രപതിക്ക്. അന്ന് രാഷ്ട്രപതി വെങ്കട്രാമനാണ്. കത്തയച്ചു. അപ്പോൾ വെങ്കട്രാമനും മൊയ്തു മൗലവിയൊക്കെ മദ്രാസ് പ്രസിഡൻസിയിൽ കോൺഗ്രസ് നേതാക്കളായിരുന്നു, മൊഴിയൊന്നും സഹപ്രവർത്തകരായിരുന്നു. ആ കാര്യമൊക്കെ പറഞ്ഞൊരു കത്തയച്ചു. ഏതായാലും പ്രധാനമന്ത്രിക്കല്ല ഇത്, പക്ഷേ വെങ്കട്രാമൻ ആ കത്ത് പ്രധാനമന്ത്രിക്ക് ഫോർവേഡ് ചെയ്തു.
പ്രധാനമന്ത്രി ഇത് വളരെ യുക്തമായ നടപടി സ്വീകരിച്ചു. ഞങ്ങൾ ആ മദ്രാസിൽ ആശുപത്രിയിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അവിടെ 50,000 ഡ്രാഫ്റ്റ് വന്നു. ഡ്രാഫ്റ്റ് വന്നത് മാത്രമല്ല, ഒരു കവറിംഗ് ലെറ്റർ ഉണ്ടായിരുന്നത്. അപ്പോൾ കവറിംഗ് ലെറ്ററിൽ ഈ ചികിത്സയുടെ, ഈ ശസ്ത്രക്രിയയുടെ തുടർന്നുള്ള വിവരങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ ഡോക്ടർ ചെറിയാൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഡൽഹി പിടിപാട്? എനിക്കൊരു പിടിപാടുമില്ല. ഈ രോഗിയുടെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, അതുകൊണ്ട് കിട്ടിയ ആനുകൂല്യമാണ്. മൊയ്തു മൗലവിയെ പോലുള്ള ആൾ അത് അവരുടെ ശ്രദ്ധയപ്പെടുത്തി. പറയാൻ കാരണം, സാധാരണ ഇത്തരം കേസുകൾ 10,000-20,000 രൂപയെ കിട്ടുകയുള്ളൂ. ഇത് തന്നെയല്ല, ഇതിൻ്റെ ഫോളോ അപ്പ് അറിയിക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. പ്രസിഡന്റ് പ്രത്യേകം താല്പര്യം എടുത്ത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഇവിടെ ആദ്യമാണ് എന്ന് പറഞ്ഞവർ. ഏതായാലും ചികിത്സ കഴിഞ്ഞു, വലിയ കുഴപ്പമില്ലാണ്ട് തിരിച്ചു പോന്നു. പക്ഷെ പിന്നീട് വീണ്ടും ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി. അന്ന് മദ്രാസ് മെഡിക്കൽ മിഷനിലൊരു ചെറിയ അനുഗ്രഹം ഉണ്ടായി. അവിടെയും വാൽവ് മാറ്റിവെക്കേണ്ടി വന്നില്ല. വാൽവ് മാറ്റിവെക്കാൻ തയ്യാറായിട്ട് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തത്. മാറ്റിവെക്കാണ്ട് തന്നെ അത് വികസിപ്പിക്കാൻ കഴിഞ്ഞു. മൂന്നാമത്തെ വന്നപ്പോൾ മാറ്റിവെക്കണം തീർച്ചയായി. അപ്പോൾ അതെവിടെ വേണം? അപ്പോൾ പല സ്ഥലത്തും അന്വേഷിച്ചു, അമൃത ഉൾപ്പെടെ. ഇതിനകത്ത് പ്രധാന പ്രശ്നം, അമൃതയിൽ പോയി അവരെല്ലാം പരിശോധിച്ചു. ഒരു 2 ദിവസത്തേക്ക് പരിശോധന, 2 ദിവസത്തെ പരിശോധനയാണ്. കഴിഞ്ഞവർ പറഞ്ഞു, ഇപ്പോഴോ എൻ്റെ വൈഫിനെ സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ റോബി എന്നൊരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞു, അമൃതയിൽ പോയി ഒന്ന് ചോദിക്കുക, ബലൂൺ സർജറി കൊണ്ട് നടപ്പാകുമോ എന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ബലൂൺ സർജറി പ്രായോഗികമല്ല, ഇത് ഓപ്പറേഷൻ വേണം. അപ്പോൾ അതിനെന്ത് ചിലവാകും? അവരുടനെ അവിടുത്തെ ഒരു മാനേജർ, അദ്ദേഹം ഡോക്ടറുമാണ്, ഒരു വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൻ്റെ കടലാസെടുത്ത് കുറിച്ചിട്ട് പറയുകയാണ്, സർജറി 2.5. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. ഇല്ലാണ്ട് വരുമ്പോൾ ഒരു 7-7.5 ലക്ഷം രൂപ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ചികിത്സയ്ക്ക് തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു ഒപ്പീനിയൻ അറിയാൻ, വിദഗ്ധാഭിപ്രായം വന്നതാണ്. ബലൂൺ സർജറി വേണോ പ്രായോഗികമാണോ എന്നറിയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് എൻ്റെ ഡോക്ടറോടും എൻ്റെ ബന്ധുക്കളോടും ആലോചിക്കണം. അത് തന്നെയല്ല, എനിക്ക് ഇത്രയും ഭാരിച്ച തുക ഉണ്ടാക്കാൻ ശേഷി എനിക്കില്ല, അതിനുള്ള മാർഗ്ഗം ആലോചിക്കണം. അതുകൊണ്ട് ഇപ്പോൾ ഉടനെ അവർ പറയുകയാണ്, കയ്യിലുള്ള പണം കൊടുത്തോളൂ, പിന്നെ അവിടെ പോയി ഡ്രാഫ്റ്റ് അയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ ഉടക്കിയിടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. ബന്ധിപ്പിച്ച് നിർത്തുക, വിട്ടുപോകരുത്. ഞാൻ പറഞ്ഞു, അങ്ങനെ തയ്യാറായിട്ടല്ല വന്നിരിക്കുന്നത്, ഒരു അഭിപ്രായം അറിയാൻ വന്നതാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ച ഡോക്ടറുമായിട്ട് ആദ്യം എനിക്ക് ആലോചിക്കണം, എൻ്റെ കുടുംബത്തിലുള്ളവരോട് ആലോചിക്കണം, പിന്നെ ധനാഗമമാർക്കുള്ള ആലോചിക്കണം. അങ്ങനെ ഞങ്ങൾ പോകുന്നു തുടങ്ങി. അന്നേരം നമ്മുടെ ഡോക്ടർ അനിൽ റോബി അങ്ങനെ പറഞ്ഞു, നമുക്ക് ചെറിയൊരു സമാധാനമുണ്ട്, അന്വേഷിക്കാൻ സമയമുണ്ട്, എമർജൻസി ഇല്ല, നമുക്ക് ശ്രീധരയിൽ ട്രൈ ചെയ്ത് നോക്കാം. ശ്രീധരയിലെ പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് നടത്താൻ വിഷമമാണ് അവിടെ, കാരണം അത്രയും തിരക്കുണ്ട്, ഗവൺമെൻറ് സ്ഥാപനമല്ലേ. പക്ഷെ നമുക്ക് അല്പം താമസിച്ചാലും കുഴപ്പമില്ല, അതുകൊണ്ട് ശ്രീധര നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശ്രീധരയിൽ പോയി. പിന്നീട് അതിൻ്റെ അപ്പോഴും പ്രധാനമന്ത്രിയെ സമീപിച്ചു. അപ്പോൾ കെ ചന്ദ്രൻപിള്ള എന്നൊരു MP ആയിരുന്ന ആളാണ് അദ്ദേഹത്തെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ സമീപിച്ച് നോക്കാം. അന്ന് TK നായരാണ് പ്രധാനമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി, പ്രധാന സെക്രട്ടറി. ചന്ദ്രൻപിള്ള ഡൽഹിയിൽ പോയി, ഇതിനായിട്ട് പോയതല്ല, MP ആണല്ലോ. അവിടെ പോയപ്പോൾ എൻ്റെ ഈ കേസ് ഹിസ്റ്ററിയും എൻ്റെ അപേക്ഷയും ഉൾപ്പെടെ അവിടെ കൊടുത്തു. അവരും 50,000 രൂപ അനുവദിച്ചു. ഈ 7 ലക്ഷം രൂപ വേണമെന്ന് അമൃതയിൽ പറഞ്ഞ അതേ ശസ്ത്രക്രിയ അതിനേക്കാൾ ഭംഗിയായിട്ട് ശ്രീധര ചെയ്തു, 1,60,000 രൂപയ്ക്ക്. പക്ഷേ ഒരുപാട് സമയമെടുത്തു, ഒരുപാട് ചടങ്ങുകളുണ്ട് അവിടെ. നമുക്കൊരു വ്യക്തി എന്ന നിലയ്ക്ക് പോലും പരിഗണന അവിടെ കിട്ടുകയില്ല, അങ്ങനെ അവിടുത്തെ രീതി. അതിലും അവിടെ ചെയ്തു, അത് വിജയമായി. അത് വിജയമായതിന് ശേഷം പിന്നെയും ഒരു 12 കൊല്ലം ജീവിച്ചു. വീണ്ടും അസുഖം ഉണ്ടായില്ല, പെട്ടെന്ന് മരിക്കുക ഇവിടെ. അന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, അപ്പം സാധാരണ നിലയ്ക്ക് 10-12 കൊല്ലത്തേക്ക് കുഴപ്പമുണ്ടാകാൻ വഴിയില്ല, പ്രത്യേകിച്ച് ഡയബറ്റീസോ പ്രഷറോ ഒന്നും ഇല്ലാത്ത പേഷ്യൻ്റാണ്, വെജിറ്റേറിയനാണ്, ഓവർ വെയ്റ്റ് ഇല്ല, അതുകൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ശ്രീധര ഡോക്ടർ പറഞ്ഞു. അതൊക്കെ ശരിയായിരുന്നു.
വീണ്ടും ഇതുപോലെ ക്ഷീണമൊക്കെ തോന്നിയ അവസരത്തിൽ 2.5 കൊല്ലത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാറിൻ്റെ ഒബ്സർവേഷനിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് മരിച്ചു. ഈ കഥ പല പല പ്രൈവറ്റ് ആശുപത്രികളിൽ കയറുകയും ഗവൺമെൻറ് ആശുപത്രിയിൽ കയറുകയും ഒരു എന്താ പറയേണ്ട ഒരു വല്ലാത്തൊരു ഒരു യാത്രയായിരുന്നു. ഒരു തീർത്ഥാടനം എന്നിട്ടും പറയുന്ന പോലെയാണ്. എത്ര വേണ്ട 36 കൊല്ലം ഈ ചികിത്സയായിട്ട് പോകേണ്ടി വന്നു. ആ കഥ ഞാൻ ലേഖനമായിട്ട് എഴുതി ആദ്യം. അപ്പോൾ അവർ പറഞ്ഞു ഇത് പോരാ, ഇത് പുസ്തകമായിട്ട് എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുസ്തകമായിട്ട് എഴുതാൻ ശ്രമിച്ചത് വീണ്ടും എഴുതി. അതിൽ ഞാൻ ശ്രീത്രയുടെ ഗവേഷണ വിഭാഗത്തിൽ അവിടെ റിസർച്ച് സെക്ഷനുണ്ട്, മറ്റേ ആശുപത്രി ഇല്ലാത്ത ഏർപ്പാടത്. അവർ തയ്യാറാക്കിയൊരു പ്രബന്ധമുണ്ട്. അതായത് ഹൃദ്രോഗികൾ മാത്രമല്ല, ഹൃദയമുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട മുൻകരുതൽ നടപടികൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് പ്രബന്ധമാണ്. അപ്പോൾ ഞാനത് അവരുടെ വാങ്ങിച്ചു, അവരുടെ അനുഭവത്തോടുകൂടി വാങ്ങിച്ചു. ഞാനത് തർജ്ജമ ചെയ്ത് ഈ പുസ്തകത്തിൻ്റെ 2ാം ഭാഗമായിട്ട് ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് ഹൃദ്രോഗമില്ല, പക്ഷേ ഹൃദ്രോഗം വരാതിരിക്കാൻ, ഭാവിയിൽ വരാതിരിക്കാൻ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ആ പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ 2ാം ഭാഗമായിട്ട് ചേർത്തു. പിന്നെ ഡോക്ടർ വല്യത്താൻ ശ്രീത്ര സ്ഥാപനാണ്, എമിനൻറ്റ് തൊറാസിക് സർജനാണ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധനാണ്. ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഇൻ്റർവ്യൂ എടുത്തു. തീർച്ചയായിട്ടും കാണാൻ ഭാഗ്യം കിട്ടി, കണ്ടു, ഇൻ്റർവ്യൂ എടുത്തു. അതുപോലെ തന്നെ ഈ ശാന്തയെ ആദ്യം നോക്കിയ തിരുവനന്തപുരത്തെ ഡോക്ടർ വിജയരാഘവൻ, അദ്ദേഹം ഒരു പ്രശസ്തനായ കാർഡിയോളജിസ്റ്റാണ്, ഇപ്പോൾ കിംസിലാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. ഇങ്ങനെ ഈ മേഖലയിലുള്ള വിദഗ്ധന്മാർ പലരുമായിട്ട് ഞാൻ സംസാരിച്ച് ഇൻ്റർവ്യൂ എടുത്തു. ഡോക്ടർ ഇക്ബാൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്നതാണ്, അദ്ദേഹം ഇതിനകത്ത് അവതാരി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ ഒക്കെ സമാഹരിച്ചാണ് പുസ്തകം ഇറക്കിയത്. ഈ അനുഭവം ഇതുപോലെ മലയാളത്തെ ഈ ഒരാളില്ല എന്ന് പലരും പ്രശംസിക്കാനിടയായി. കാരണം സ്വന്തം അനുഭവം എഴുതിയിരിക്കുന്നത് കഥയൊന്നുമല്ല, ആത്മകഥയാണ്, അനുഭവിച്ച വേദനകളുടെ കഥയാണ്. അപ്പോൾ അത് ഒരു വ്യക്തിയുടെ കഥയല്ല. ഞാൻ എഴുതുന്നത്, അല്ലെങ്കിൽ എൻ്റെ വൈഫും ഞാനും കൂടിയായി പുസ്തകം എഴുതിയിരിക്കുന്നത്, എഴുതുന്നത് കേരളത്തിലെ ഒരു സാധാരണക്കാരൻ്റെ അനുഭവമാണ്, അല്ലെങ്കിൽ സാധാരണക്കാരനെ നേരിടാൻ പോകുന്ന അനുഭവമാണ്. കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യപരിപാലന സമ്പ്രദായത്തിൻ്റെ ഒരു നേർചിത്രമാണ്. കാരണം അതൊരു വ്യവസായമായി മാറിയിരിക്കുന്നു. 7 ലക്ഷം രൂപ പറഞ്ഞ സ്ഥലത്ത് 1,60,000 കൊണ്ട് ശ്രീത്ര ചെയ്തു, അതിനൊക്കെ ഭംഗിയായിട്ട്. അപ്പോൾ ആ അവസ്ഥയുണ്ട്. ആ അവസ്ഥയെക്കുറിച്ചുള്ള കുറേ വിവരങ്ങളത്തുണ്ട്. പിന്നെ ഈ 2ാം ഭാഗം എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന മുൻകരുതൽ, അതും ആരും ചെയ്തിട്ടില്ല. കാരണം ഡോക്ടർമാർക്ക് ചെയ്യാനൊക്കെയുള്ളത്, ഡോക്ടർമാർക്ക് പറ്റില്ല, ഒരു ഗവേഷണ വിഭാഗത്തിന് ചെയ്യാനൊക്കെയുള്ളൂ. ഒരു ഗവേഷണ പ്രബന്ധമാണത്. മഹാക്ഷേത്രങ്ങളിലൂടെ എന്ന രചനയിലെ ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചുള്ള ലേഖന നിമിത്തം ഇദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ കക്ഷി ചേരേണ്ടി വന്നു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ കക്ഷി ചേർന്നത് SP നമ്പൂതിരി മാത്രമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സത്യവാങ്മൂലത്തിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന വിഷയമായതിനാൽ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിൽ ആനുപാതികമായി വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെടുകയും ഈ വാദം ഭാഗികമായി അംഗീകരിക്കുകയും ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എന്ന വനിതാ ജഡ്ജിയെ ബെഞ്ചിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ പ്രസിദ്ധനായ ആയുർവേദ ആചാര്യന്മാരിൽ ഒരാളും കവിയുമായിരുന്ന മഠം ശ്രീധരൻ നമ്പൂതിരിയുടെയും തലയാറ്റുംപള്ളി ഇല്ലത്ത് നങ്ങേലി അന്തർജനത്തിൻ്റെയും മകനായി ജനിച്ച SP നമ്പൂതിരി പരമ്പരാഗത രീതിയിൽ സംസ്കൃതവും ആയുർവേദവും അഭ്യസിച്ചു. തിരുവനന്തപുരം MG കോളേജിൽ നിന്നും മലയാളത്തിൽ ബിരുദത്തിന് ശേഷം രാഷ്ട്രീയത്തിലേക്കും പത്രപ്രവർത്തനത്തിലേക്കും തൻ്റെ കർമ്മമണ്ഡലം വ്യാപിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എറണാകുളത്തു നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന നവലോകം എന്ന ദിനപത്രത്തിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു. ചെറുകാട്, MRB, MM ലോറൻസ് തുടങ്ങിയവരോടൊപ്പം പ്രവർത്തിച്ച ഇദ്ദേഹം EMS, AKG, C ഉണ്ണിരാജ, NE ബലറാം, C അച്യുതമേനോൻ, DM പൊറ്റക്കാട്, NVS വാര്യർ എന്നിവരുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചു. വയലാർ രാമവർമ്മ സാഹിത്യ മേഖലയിലെ സഹപ്രവർത്തകനും
അടുത്ത സുഹൃത്തുമായിരുന്നു. പിന്നീട് പത്രപ്രവർത്തനം നിർത്തി നാട്ടിലേക്ക് മടങ്ങി കുടുംബത്തൊഴിലായ ആയുർവേദവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ദീർഘകാലമായി ശ്രീധരി ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ അമരക്കാരനാണ് SP നമ്പൂതിരി. സ്വാതന്ത്ര്യസമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും ഗ്രന്ഥകാരനുമായ മോഴിക്കുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ പുത്രി ശാന്തയാണ് പത്നി. ഡോക്ടർ മഞ്ചരി, ഡോക്ടർ ശൈലി എന്നിവർ മക്കളാണ്. സാമവേദ പണ്ഡിതനും ആയുർവേദ ഡോക്ടറുമായ ഡോക്ടർ തോട്ടം ശിവരൻ നമ്പൂതിരി, കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ മുരളി എന്നിവർ മരുമക്കളുമാണ്. നമ്പൂതിരി സമുദായത്തിലെ വിപ്ലവകാരികളായ നവോത്ഥാന നായകരുടെ പിന്മുറക്കാരുടെ കൂട്ടായ്മയായ നമ്മളൊന്ന് എന്ന സംഘടനയുടെ ഉപദേശ സമിതി ചെയർമാൻ, നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ കോട്ടയം ജില്ലാ അധ്യക്ഷൻ, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പർ, പ്രസിദ്ധമായ കുറിച്ചിത്താനം പുതിർക്കോവിൽ ക്ഷേത്രം, കാരിപ്പടവത്തുകാവ് ദേവീക്ഷേത്രം എന്നിവയിലെ ട്രസ്റ്റ് അംഗവും എന്നീ ചുമതലകളും SP നമ്പൂതിരി വഹിക്കുന്നു.